വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ ചിത്രതലം ലീഫ് ആർട്ട് കലാകാരൻ ജിജീഷ് കൊളുത്തുപറമ്പിന്റെ 30 സർഗരചനകളുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്നാമത് പ്രദർശനമായ ചിത്രതലത്തിന് കതിരൂർ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഏറെ ശ്രദ്ധേയമായ ചിത്ര പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പ്ലാവിലയിലും ആലിലയിലുമാണ് ചിത്രരചന നടത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ യുഗപുരുഷന്മാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ 30ഓളം രചനകളാണ് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഗാലറിയിൽ സസ്യഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ പി ദിലീപാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. മലയാള കലാനിലയം പ്രിൻസിപ്പാൾ കെ ഗീത അധ്യക്ഷയായി. മാർച്ച് 31 പ്രദർശനം സമാപിക്കും. ഗാലറി സമയം രാവിലെ 10:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഞായറാഴ്ച ഒഴിവാണ്. നിരവധി കലാകാരന്മാരുടെ ചിത്രപ്രദർശനങ്ങൾ കതിരൂർ ആർട്ട് ഗാലറിയിൽ നടത്തിയിട്ടുണ്ടെന്ന് ആർട്ട് ഗാലറി കൺവീനർ ശിവകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിലിടയ്ക്ക് 89 പ്രദർശനങ്ങളാണ് നടന്നത്. ആദ്യകാലത്ത് ധാരാളം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള 4ാമത്തെ പ്രദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. 6 ദിവസം മുതൽ 100 ദിവസം വരെയാണ് ഇവിടെയുള്ള പ്രദർശനങ്ങളുടെ കാലാവധി ഉണ്ടായിട്ടുള്ളത്. മിനിമം 6 ദിവസമാണ്. അപ്പോൾ ഈ പ്രദർശനം ഇപ്പോൾ നടക്കുന്ന പ്രദർശനം 6 ദിവസമാണ് ഉണ്ടാവുക. ഇലകളിൽ ദ്വാരമുണ്ടാക്കിയിട്ട് അത് ചിത്രമാണെന്ന് ആൾക്കാർക്ക് തോന്നുന്ന വിധത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. നേരത്തെയും ഒരു പ്രദർശനം ഈ ഇനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശിവപുരത്തുകാരനായിട്ട് ശ്രീജേഷ് അങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നേരത്തെ 96 വയസ്സായ കുഞ്ഞിരാമ പണിക്കർ, അതുപോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നീരവ് തുടങ്ങി പ്രായവ്യത്യാസമില്ലാതെ പലരുടെയും പ്രദർശനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. സ്ത്രീകൾ മാത്രമുള്ള പ്രദർശനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. 3 വർഷം മുൻപാണ് തനിക്ക് സമ്മാനിക്കാൻ എന്റെ ചിത്രവുമായി ജിജീഷ് തന്റെ അടുത്ത് വരുന്നതെന്ന് കലാധ്യാപകൻ പറഞ്ഞു. ഒരു 3 വർഷം മുമ്പാണ് ജിജീഷിന്റെ ചിത്രരചനയായി ബന്ധപ്പെട്ട ഒരു സൃഷ്ടി എൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. അത് നമ്മൾ നേരിട്ട് ബന്ധപ്പെടാത്ത സമയത്ത് കേട്ടറിഞ്ഞ് അന്വേഷിച്ച് എൻ്റെ ഒരു ചിത്രം സ്വന്തമായിട്ട് വരച്ച് എനിക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ് കലാലയത്തിലേക്ക് എത്തുന്നത്. ഈ കോവിഡ് കാലത്ത് അവൻ വരച്ച ഒരുപാട് ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയും കിട്ടിത്തുടങ്ങി. അപ്പോഴാണ് ഈ നാട്ടിലുള്ള ചില വിശേഷപ്പെട്ട അവസരങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മറ്റ് സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ ചിത്രം ലീഫ് ആർട്ടിൽ വരച്ച് ചില വിശേഷപ്പെട്ട അവസരങ്ങളിൽ സമൂഹത്തിലേക്ക് എത്തിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എത്തിച്ച് ശ്രദ്ധേയമായ ചില കാര്യങ്ങളൊക്കെ അറിയാനിടയായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവൻ്റെ ഒരു കളക്ഷൻസ്, അതായത് ലീഫ് ആർട്ടിൻ്റെ ഒരു കളക്ഷൻസ് നമുക്ക് പ്രദർശനത്തിന് വെച്ചാലോ 4 ആൾ അറിയട്ടെ എന്നുള്ള മട്ടിൽ അങ്ങനെ കലാനിലയത്തിൻ്റെ വാർഷികമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിലാണ് ആദ്യത്തെ പ്രദർശനം നടന്നത്. കോവിഡ് കാലത്ത് തന്റെ സുഹൃത്ത് വരയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഈ കലയിലേക്ക് ഇറങ്ങിയതെന്ന് ചിത്രകാരൻ ജിജീഷ് കൊളുത്തുപറമ്പ് പറഞ്ഞു. കോവിഡ് സമയത്താണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ സുഹൃത്ത് ചെയ്യുന്നത് കണ്ടതിന് ശേഷം അതിലേക്ക് ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇലക ഈ പ്ലാവിലയിലാണ് ചെയ്യാറ്. പിന്നെ പ്ലാവിലയും ആഞ്ഞില പ്ലാവിലയാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ആളെ രൂപം ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു 4-4.5 മണിക്കൂറോളം എടുക്കും. പിന്നെ ഇപ്പോൾ ഇത് 3ാമത്തെ പ്രദർശനമാണ്. ആദ്യം മലയാള കലാനിലയം 22ാം വാർഷികത്തിൻ്റെ അനുബന്ധിച്ചിട്ട് അവിടെ ഒരു പ്രദർശനം നടത്തിയിരുന്നു. പിന്നെ പൂക്കോട് മഹാത്മാ വായനശാല അവിടെയും നടത്തി. ഇതിപ്പോൾ 3ാമത്തെ പ്രദർശനമാണ് കതിരൂർ ആർട്ട് ഗാലറിയിൽ. ഫാമിലി, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. വീട്ടിൽ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേക്കെല്ലാം ഞാൻ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ ആവശ്യാനുസരണം ചെയ്തു കൊടുക്കാറുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. അരുൺ എ എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു ബി എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും.
വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർ വർക്ക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർ വർക്ക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.